അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 19-ാം ജുസ്, അധ്യായം 25, സൂറത്തുൽ ഫുർഖാൻ, 61 മുതൽ 67 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. ആകാശത്തിൽ ഗൃഹമണ്ഡലങ്ങൾ അഥവാ രാശിമണ്ഡലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു. അതിൽ ഒരു ദീപവും പ്രകാശം നൽകുന്ന ഒരു ചന്ദ്രനും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അവൻ തന്നെയാണ് ആലോചിച്ചു നോക്കുവാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നന്ദി ചെയ്യുവാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി രാവിനെയും പകലിനെയും മാറി വന്നുകൊണ്ടിരിക്കുന്നതാക്കിയവനും. ദീപം, സിറോജൻ എന്നു പറഞ്ഞത് സൂര്യനെ ഉദ്ദേശിച്ചാകുന്നു. സൂര്യൻ അതിൻ്റെ ഉപഗ്രഹമായ ഭൂമിക്കും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും വെളിച്ചം നൽകുന്നതും സ്വയം പ്രകാശിക്കുന്നതുമാകൊണ്ട് അതിനെ ദീപം എന്ന് വിശേഷിപ്പിച്ചതാവാം. സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്ന പക്ഷം ഭൂമിയും ചന്ദ്രനും ഇരുളടഞ്ഞതാകുമായിരുന്നു. സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശം ഭൂമിയിലേക്ക് തിരിച്ചടിക്കുന്നതാണ് നിലാവെളിച്ചം. സ്വയം പ്രകാശിതങ്ങളായ ഗോളങ്ങൾക്കെല്ലാം തന്നെ ഷംസുകൾ, അഷുമൂസ്, സൂര്യന്മാർ എന്നും ചന്ദ്രനെ പോലുള്ള ഉപഗ്രഹങ്ങൾക്ക് ഖമറുകൾ, അൽ അഖ്മാർ എന്നും അറബിയിൽ പറയാറുണ്ട്. ഗൃഹമണ്ഡലങ്ങൾ എന്നും രാശിമണ്ഡലങ്ങൾ എന്നും അർത്ഥം കൽപ്പിച്ചത് ബുറൂജ്, ബുറൂജൻ എന്ന വാക്കിനാണ്. ഏകവചനം ബുർജ് എന്നത്രേ. ഇതിന് കൊത്തളം, ഉന്നതമായ മാളിക എന്നൊക്കെയാണ് ഭാഷാർത്ഥം. വലിയ ഗൃഹമണ്ഡലങ്ങൾക്കും സപ്തഗ്രഹങ്ങളുടെ സഞ്ചാരമാർഗങ്ങളായ 12 രാശിമണ്ഡലങ്ങൾക്കും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. വമ്പിച്ച നക്ഷത്രഗോളങ്ങളായി ആകാശത്തിൽ ഏറെക്കുറെ 1000 എണ്ണമാണുള്ളതെന്നത്രേ മുൻകാലത്ത് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിരുന്നത്. ഇന്നാകട്ടെ പരിഷ്കരിച്ച ടെലസ്കോപ്പ്, അതായത് ദൂരദർശിനികളുടെ സഹായത്താൽ 2 കോടിയിലധികം മഹാനക്ഷത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും പുതിയ നിരീക്ഷണങ്ങൾ അവയുടെ എണ്ണം വർദ്ധിപ്പിച്ചു പ്രസ്താവിച്ചു കൊണ്ടിരിക്കും. നിരീക്ഷണ മാർഗങ്ങളും നിരീക്ഷണ സാമഗ്രികളും എത്ര പുരോഗമിച്ചാലും അവയുടെ ഏറ്റവും സൂക്ഷ്മമായ വിവരവും കൃത്യമായ എണ്ണവണ്ണവും അവയുടെ സൃഷ്ടാവായ സർവജ്ഞനു മാത്രമേ കണക്കാക്കുവാൻ കഴിയുകയുള്ളൂ. സപ്തഗ്രഹങ്ങൾ, സൂര്യചന്ദ്രന്മാർ, രാപ്പകലുകൾ എന്നിവയെ സംബന്ധിച്ച് സൂറത്തുൽ അംബിയാ 33-ാം വചനത്തിന്റെ വിവരണത്തിൽ നാം പലതും വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പറയേണ്ടതില്ല. രാശിമണ്ഡലങ്ങൾ മാസത്തിന് 1 വീതം 12 രാശികളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. മേടം തുടങ്ങി മീനം വരെയുള്ള 12 മലയാള മാസപ്പേരുകൾ അതത് മാസത്തിലെ രാശിനാമങ്ങളും കൂടിയാകുന്നു. അൽ ഹംല്, അൽ സൗറ്, അൽ ജൗസാ, അൽ സർത്താൻ, അൽ അസദ്, അൽ സംബുല, അൽ മീസാൻ, അൽ അഖറബ്, അൽ ഖൗസ്, അൽ ജദീ, അൽ ദൽവ്, അൽ ഹൂത്ത്. ഓരോ രാശിമാർഗത്തിലൂടെയും സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തിനാണ് സൂര്യമാസങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നിലും സഞ്ചരിക്കുന്ന കാലയളവിൽ അല്പം ഏറ്റക്കുറവുള്ളതുകൊണ്ടാണ് ചില മാസങ്ങളിൽ ദിവസങ്ങൾ ഏറിയും കുറഞ്ഞും വരുന്നത്. രാവോ പകലോ സ്ഥിരമായി നിൽക്കാതെ ഒന്നിനു ശേഷം ഒന്നായി വന്നും പോയും കൊണ്ടിരിക്കുന്നതിനാലാണ് അവയെപ്പറ്റി മാറി മാറി വരുന്നത് ഖിൽഫത്ത് എന്ന് പ്രസ്താവിച്ചത്. ഈ മാറ്റങ്ങളും അതിന് കാരണമാകുന്ന ഗോളചലനങ്ങളുടെ നിയന്ത്രണവും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാൻ ധാരാളം വക നൽകുന്നു. അതുവഴി അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവവും നിത്യാനുഗ്രഹങ്ങളും ഓർക്കുവാനും അവനോട് നന്ദിയുള്ളവരായിരിക്കുവാനും അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവന്റെയും നന്ദി കെട്ടവന്റെയും കൺമുമ്പിൽ എന്തു തന്നെ കണ്ടാലും അവനിൽ അത് യാതൊരു കോളിളക്കവും ഉണ്ടാക്കുന്നതല്ലല്ലോ. അവൻ രാത്രി ഉറങ്ങുവാനും
പകൽ ദേഹേച്ഛകൾ നിറവേറ്റുവാനും ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം. വീണ്ടു വിചാരവും ഉപകാരസ്മരണയുമുള്ള ഭാഗ്യവാന്മാരാകട്ടെ രാപ്പകലുകളിൽ ഓരോന്നിനെയും അതതിന്റെ സ്വഭാവ വിശേഷത കണക്കിലെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കും. പകൽ ചെയ്തുപോയ തെറ്റിനെപ്പറ്റി രാത്രിയിലും, രാത്രിയിൽ വന്നുപോയ കുറ്റത്തെപ്പറ്റി പകലിലും അവന് വീണ്ടു വിചാരവും ഖേദവും വരുന്നു. അതത് സമയത്തിന് അനുയോജ്യമായ സൽപ്രവൃത്തികളും അവൻ ചെയ്യുന്നു. അങ്ങനെ രാവും പകലും അവന് ഗുണകരമായി അവൻ ഉപയോഗപ്പെടുത്തുന്നു. വല്ലാഹുൽ മുവാഫിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്ത ഒരു ഹദീസ് ഇവിടെ ഓർമ്മിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ. റവാഹു മുസ്ലിം. സാരം: പകലിൽ തിന്മ ചെയ്തവൻ ഖേദിച്ചു മടങ്ങുന്നത് സ്വീകരിക്കുവാനായി അള്ളാഹു രാത്രിയിൽ അവന്റെ കൈ നീട്ടുന്നു. രാത്രിയിൽ തിന്മ ചെയ്തവൻ പശ്ചാത്തപിക്കുന്നത് സ്വീകരിക്കുവാനായി അവൻ പകലിലും കൈനീട്ടുന്നു. അതായത് ലോകാവസാനത്തിങ്കൽ വെച്ച് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്ന കാലം വരെ ഇതുണ്ടാകും. മുസ്ലിം. അവിശ്വാസികളും കൃതജ്ഞരുമായ ജനങ്ങളുടെ പല സ്ഥിതിഗതികൾ വിവരിച്ചു കഴിഞ്ഞ ശേഷം അള്ളാഹുവിൽ ശരിക്കു വിശ്വസിക്കുന്ന സജ്ജനങ്ങളുടെ ചില സവിശേഷ ഗുണങ്ങളാണ് തുടർന്നുള്ള വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا. റഹ്മാനായുള്ളവന്റെ, അതായത് പരമകാരുണികന്റെ അടിയാന്മാർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരത്രേ. അറിവില്ലാത്തവർ അവരെ അഭിമുഖീകരിക്കുന്നതായാൽ അവർ സമാധാനപരമായത് പറയുന്നതാണ്. റഹ്മാന്റെ അടിയാന്മാർ എന്ന് വിശേഷിപ്പിച്ചത് തന്നെ ഈ ഭാഗ്യവാന്മാരുടെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. ഇവർ പിശാചിന്റെയോ ദേഹേച്ഛയുടെയോ ഐഹിക സുഖത്തിന്റെയോ പരദൈവങ്ങളുടെയോ അടിമകളാകാതെ പരമകാരുണികന്റെ സാമീപ്യത്തിനും അപാരമായ കരുണക്കും പാത്രവാന്മാരായിട്ടുള്ളവരാണെന്ന് ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നു. ഇവരുടെ ലക്ഷണങ്ങളായി 9 സൽഗുണങ്ങൾ അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് കാണാം. ഒന്നാമത്, അവർ ഭൂമിയിൽ കൂടി നടക്കുന്നത് വിനയത്തോടെയായിരിക്കും. അടക്കത്തോടും ഒതുക്കത്തോടും കൂടി അനാവശ്യത്തിലും അക്രമത്തിലും പങ്കെടുക്കാതെ, വിനോദങ്ങളിൽ മുഴുകാതെ, അഹംഭാവമോ പത്രാസോ കൂടാതെ വളരെ പാകതയുള്ളവരായിട്ടാണ് അവർ ഭൂമുഖത്ത് കഴിഞ്ഞുകൂടുക. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ അറിവും സഹനവും ഒതുക്കവും മാന്യതയും ഉള്ളവരായിരിക്കും. മന്ദം മന്ദം നടന്നു പോകണമെന്നല്ല ആയത്തിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ നടത്തത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുകളിൽ അവിടുന്ന് വേഗം വേഗം കാലടികൾ പൊക്കിയെടുത്ത് നടക്കുകയും ഒരു കുന്നിൻ ചെരുവിൽ കൂടി ഇറങ്ങി വരുന്നത് പ്രകാരം, അതായത് എളുപ്പത്തിൽ നടക്കുകയും പതിവായിരുന്നുവെന്ന് കാണാം. രണ്ടാമത്, അജ്ഞന്മാരായ കാര്യവിവരമില്ലാത്ത ആളുകൾ അവരുമായി അഭിമുഖീകരിക്കുമ്പോൾ അവർ സമാധാനപരമായ വാക്കുകൾ ഉപയോഗിക്കും. അവർ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളോ മര്യാദകെട്ട വാക്കുകളോ അങ്ങോട്ട് പറയാതെ വിട്ടുവീഴ്ചയും നല്ല വാക്കും ഉപയോഗിക്കും എന്നർത്ഥം. ഈ 2 ഗുണങ്ങളിൽ നിന്ന് ഇവരുടെ സ്വഭാവ ഗുണം പൊതുവിലും ജനങ്ങളുമായുള്ള പെരുമാറ്റക്രമം വിശേഷിച്ചും മനസ്സിലാക്കാമല്ലോ. എന്നാൽ അള്ളാഹുവുമായുള്ള കാര്യങ്ങളിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കുമെന്ന് നോക്കുക. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. തങ്ങളുടെ രക്ഷിതാവിന് സുജൂദ്, അതായത് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരും നിന്ന് നമസ്കരിക്കുന്നവരുമായിക്കൊണ്ട് രാക്കഴിച്ചു കൂട്ടുന്നവരുമാകുന്നു. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ. അതായത് ഇപ്രകാരം പറയാറുള്ളവരുമാണ്, ഞങ്ങളുടെ റബ്ബേ, നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമേ, നിശ്ചയമായും അതിന്റെ ശിക്ഷ ഒരു തീരാ നഷ്ടമാകുന്നു. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ
നിശ്ചയമായും അതായത് നരകം വളരെ ചീത്തയായ താവളവും പാർപ്പിടവും തന്നെയാണ്. സുജൂദും നൃത്തവും നമസ്കാര കർമ്മത്തിലെ 2 പ്രധാന ഭാഗങ്ങളാകുന്നു. സുജൂദ് ഇതര ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് കൂടുതൽ ഭക്തി പ്രകടമാക്കുന്നതും കൂടുതൽ പ്രധാനപ്പെട്ടതുമത്രേ. രാത്രിയിൽ വളരെയേറെ സമയം ഇവർ നമസ്കാര കർമ്മത്തിലായി ചിലവഴിക്കുമെന്ന് സാരം. രാത്രി നമസ്കാരത്തെ പറ്റി ഖുർആനിലും ഹദീസിലും ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ കാലുകളിൽ നീരുകെട്ടുമാറ് ദീർഘസമയം രാത്രി നമസ്കാരത്തിൽ മുഴുകിയിരുന്നുവെന്നത് പരക്കെ അറിയപ്പെട്ടതാണല്ലോ. അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തിരിക്കുന്നു: നിർബന്ധ നമസ്കാരങ്ങളെ കഴിച്ചാൽ പിന്നെ നമസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിക്കുള്ളിൽ ചെയ്യുന്ന നമസ്കാരമാകുന്നു. അഫ്ദലു സ്വലാത്തി ബഅദൽ മഫ്റൂദതി സ്വലാത്തു ഫി ജൗഫിൽ ലൈൽ റവാഹു അഹ്മദ്. സ്വർഗസ്ഥരായ സജ്ജനങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്ന മധ്യേ ഖുർആനിൽ ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ അവർ ഉറങ്ങുന്നത് കുറവായിരുന്നു. നിശാന്ത്യ സമയങ്ങളിൽ, അതായത് പാതിരക്കും പ്രഭാതത്തിനും ഇടക്കുവച്ച് അവർ പാപമോചനം തേടുകയും ചെയ്തിരുന്നു. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഹൂൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അദ്ദാരിയാത്ത്. റഹ്മാന്റെ അടിയാന്മാർ ജനങ്ങളുമായി നന്നായി പെരുമാറുന്നവരും വിനയശീലന്മാരും അള്ളാഹുവിന്റെ ആരാധനയിലും സ്മരണയിലും മുഴുകിയവരും തന്നെ. എങ്കിലും അതേ സമയത്ത് അവർ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് സദാ ഭയപ്പാടുള്ളവരുമാകുന്നു. അതുകൊണ്ട് അവർ എപ്പോഴും നരകശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വെറുതെ ഈ വാക്കുകൾ ഉരുവിട്ട് പറയുകയല്ല. നരകശിക്ഷയുടെ കാഠിന്യവും അത് അനുഭവപ്പെടുന്ന പക്ഷം ഉണ്ടാകുന്ന തീരാ നഷ്ടവും മനസ്സിലാക്കിക്കൊണ്ടും ഓർത്തുകൊണ്ടും തന്നെയാണ് അവരുടെ പ്രാർത്ഥന. ഇവരുടെ 3-മതും 4-മതും ഗുണങ്ങളാണ് ഈ 2 വചനങ്ങളിൽ നാം കണ്ടത്. 5-മത് ഗുണം ധനപരമായ കാര്യങ്ങളിലുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു: വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. തങ്ങൾ ചിലവ് ചെയ്യുന്നതായാൽ അമിതവ്യയം ചെയ്യുകയാകട്ടെ പിശുക്ക് കാണിക്കുകയാകട്ടെ ചെയ്യാത്തവരുമാകുന്നു. അതിനിടയിൽ മിതമായതായിരിക്കുന്നതാണ്. യാതൊന്നും ചിലവഴിക്കാത്ത ആളുകൾ ഉണ്ടാകുകയില്ല. ചിലവഴിക്കുന്നതിലുള്ള ഏറ്റക്കുറവ്, ചിലവഴിക്കുന്ന വിഷയത്തിന്റെ ഗുണദോഷം, ചിലവഴിക്കുന്നതിന്റെ പരിതസ്ഥിതി എന്നിവ നോക്കിയിട്ടാണ് ഒരാളുടെ ലുബ്ധതയും അമിതത്വവും കണക്കാക്കുന്നത്. മിക്ക ജനങ്ങളും ഈ 2-ലൊരു തരത്തിൽ പെട്ടവരായിരിക്കും. ഇക്കൂട്ടരാകട്ടെ 2 തരത്തിലും ഉൾപ്പെടുന്നില്ല. അവർ എല്ലാ നിലക്കും മിതത്വം പാലിക്കുന്നവരായിരിക്കും. മിതമായി ചിലവഴിക്കേണ്ടത് ദാനധർമ്മങ്ങളിൽ മാത്രമല്ല, സ്വന്താവശ്യങ്ങളിലും വീട്ടാവശ്യങ്ങളിലും എന്നുവേണ്ട മറ്റെല്ലാ കാര്യങ്ങളിലും അത്യാവശ്യമത്രേ. വാസ്തവത്തിൽ ദാനധർമാദി വിഷയങ്ങളെക്കാൾ മിതത്വം ഗൗനിക്കേണ്ടത് അവയിലാണു താനും. മുജാഹിദ് റഹിമഹുല്ല പ്രസ്താവിച്ചതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെടുന്നു: അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അബൂ ഖുബൈസ് മലയോളം സ്വർണം ചിലവഴിച്ചാലും അത് അമിതത്വ വ്യയമല്ല. മക്കായിലെ ഒരു മലയാണ് അബൂ ഖുബൈസ് മല. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ ഒരു സേർ, അതായത് ധാന്യം ചിലവഴിച്ചാലും അത് അമിതവ്യയമാകുന്നു. 6-മത് ഗുണവിശേഷം അടുത്ത വചനത്തിൽ പ്രസ്താവിക്കുന്നു: